ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന 5 ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നല്ല, 5 ബിസിനസ് ആശയങ്ങളാണ്. ഈ 5 ബിസിനസ് ആശയങ്ങൾക്കകത്തും ഓരോ കാറ്റഗറിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ടഫ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ കാപ്പബിലിറ്റിക്ക് എത്രമാത്രം അനുയോജ്യമാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രമാത്രം ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ ഇതിൻ്റെ റെലവൻസ്, ഇങ്ങനെയുള്ള വെച്ചിട്ട് നമ്മൾ ഈ ഓരോ 5 ബിസിനസ്സുകളെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റും. കാരണം വളരെ ജനറിക് ആയിട്ട് ഒരുപാട് ബിസിനസ് ആശയങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു സ്പെസിഫിക് നീഷിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പം അവിടെ വളരെ അൺടാപ്ഡ് ആയിട്ട് കിടക്കുന്ന കുറേ സെഗ്മെന്റ്സുകൾ ഉണ്ടാവും. അപ്പം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് നല്ല നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. എന്താണ് നമ്മൾ ഒന്നാമത്തെ ബിസിനസ് ഐഡിയ? ഇതിനകത്ത് 5ാമത്തെ ബിസിനസ് ഐഡിയയും 4ാമത്തെ ബിസിനസ് ഐഡിയയും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ എക്സ്പീരിയൻസും നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതും 1, 2, 3 നിങ്ങൾ നിങ്ങളതായിട്ടുള്ള രീതിയിൽ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഫസ്റ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ഗാർഡനാണ്. ഹോം ഗാർഡൻ എന്ന് കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വീട്ടിൽ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു നടത്തുന്നതാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ മട്ടുപ്പാവിലോ, നിങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് യാർഡ്സിലോ, നിങ്ങളുടെ വീട്ടിൻ്റെ സൈഡിലോ നിങ്ങളൊരു ചെറിയൊരു ഗാർഡൻ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഗാർഡൻ്റെ പ്രത്യേകതയുണ്ട്. സാധാരണ ഗാർഡൻ അല്ല, ഇറ്റ് ക്യാൻ ബി മെഡിസിനൽ പ്ലാന്റ്സ്. മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ വിത്തുകളും അതേപോലെ തന്നെ അതിൻ്റെ സാപ്ലിങ്സ് ഒക്കെ കൊടുക്കുന്ന സെഗ്മെൻറ്റ് വളരെയധികം ഗ്രോത്ത് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റിലാണ്. മിക്ക വീടുകളിലും കാണുന്ന പല പ്രൊഡക്റ്റുകളും റെഡിലി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കേരളത്തിലുടനീളം അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വീട്ടിൽ ചെറിയ ഒരു ഒറ്റമൂലി ടൈപ്പ് ഓഫ് മെഡിസിൻസും അല്ലെങ്കിൽ ഗുഡ് ടു ഹാവ് ആയിട്ടുള്ള നല്ല നല്ല പ്ലാന്റ്സുകൾ, മെഡിസിനൽ വാല്യൂസ് ഉള്ള പ്ലാന്റ്സുകൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഔട്ട്ഡോർ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഈ ഔട്ട്ഡോർ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡോർ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പ്ലാന്റ്സുകളും അതേപോലെ തന്നെ അതിൻ്റെ പോട്ടുകളും ചെയ്തുകൊണ്ട് ഹോം ഡെക്കോർ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഹോം ഗാർഡൻ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിനകത്ത് വരും. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു 3-4 ബ്രാൻഡുകൾ മാത്രമാണ് വളരെ ഹെവി ആയിട്ടുള്ളത്. ഇതിനകത്തുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് എങ്ങനെയാണ് കൊറിയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണം. പ്രോഫിറ്റബിലിറ്റി ഹൈ ആണ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു സാപ്ലിങ്സിൽ നിന്നും അതിനെ കൾച്ചർ വഴി ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ആവാനുള്ള മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവും. കാരണം നിങ്ങളൊരു എക്സ്പെൻസീവ് ആയിട്ട് ഒരു പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിനെ നിങ്ങളൊരു 5-6 മാസം നിങ്ങൾ വെച്ച് അതിൻ്റെ രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് സാപ്ലിങ്സ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി വെരി ഹൈ ആണ്. കപ്പാസിറ്റി, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ലോ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരു ചെടീനെ നട്ട് നടക്കാനുള്ള ഒരു പേഷ്യൻസും ഒരു പരിജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് സ്മോൾ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ചാണ്. ചെറിയ ഫുഡ് പ്രോസസ്സിംഗ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെൻ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് ഹെവിലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്സ് ഉണ്ട്, അൺടാപ്ഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റും ഉണ്ട്. അപ്പം ഈ ഹെവിലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വറവ്, അച്ചാറ്, അതേപോലെ തന്നെ ഉപ്പേരി, പപ്പടം, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെവി ആയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. കാരണം എന്താണ്, ഇത് നിങ്ങൾക്ക് ചെയ്യാം, 100% നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റിങ്ങിലേക്ക് നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്, മറ്റാൾക്കാരെക്കാട്ടിയും ഫാസ്റ്റിൽ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മറ്റാൾക്കാരിലേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു സാച്ചുറേറ്റഡ് സെഗ്മെന്റ് അല്ല, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അൺടാപ്ഡ് ആയിട്ടുള്ള സെഗ്മെന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സെഗ്മെന്റ് ഉള്ളത് ഡീഹൈഡ്രേറ്റഡ് ഫുഡ്സ്. അതൊരു നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒരു സെഗ്മെൻറ്റ് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഫുഡ്സും വളരെ അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് എങ്ങനെയാണ് നമ്മൾ സെല് ചെയ്യേണ്ടത്? ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് നിങ്ങൾ ഓൺലൈൻ വഴിയല്ല, സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോം വഴി റെഡി ടു കുക്ക് ആയിട്ടുള്ള അങ്ങനെയുള്ള, അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്ന സെഗ്മെൻറ്റ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ റെഡി ടു കുക്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പം ഉപ്മ, ഇൻസ്റ്റൻറ്റ് ഉപ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ആൾക്കാർ. മില്ലറ്റ്സുകൾ, കോൺഫ്ലേക്സുകൾ, ഇങ്ങനെയുള്ള സെഗ്മെൻറ്റ്സുകൾ ആ ഒരു റെഡി ടു എന്നുള്ള, അതായത് ഓൾറെഡി
ഫുഡിനെ അങ്ങനെ തന്നെ നിങ്ങൾ കൊടുക്കാതെ അതിന് എന്തെങ്കിലും രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് റെഡി ടു ഈറ്റ് ആയിട്ട് മാർക്കറ്റിൽ ചെയ്യുന്ന സെഗ്മെന്റ്സുകൾ വളരെയധികം ബൂമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ സെഗ്മെന്റ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിച്ച ആൾക്കാർ ഹെൽത്തി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പം ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഐഡിയ കണ്ടെത്താനാണ്. ഈ സെഗ്മെന്റിലുള്ള ഏറ്റവും മികച്ച ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ടഫ്നെസ് ആണ്. പ്രോഫിറ്റബിലിറ്റി നിങ്ങൾക്കറിയാം, നിങ്ങൾ ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഒരു 30 to 40% സുന്ദരമായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. കപ്പാസിറ്റി എന്ന് പറയുന്നത് യു ഹാവ് ടു ഇൻവെസ്റ്റ്. നിങ്ങൾക്ക് ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, മിഷനറീസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ഹ്യൂമൻലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതിന്റെ ലീഗൽ ലൈസൻസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സെഗ്മെന്റിൽ മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ ഏത് ഫുഡ് സെലക്ട് ചെയ്യേണ്ടതെന്ന് എടുക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ മൂന്നാമത്തെ പറയാൻ പോവാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് പ്രിന്റ് ഓൺ ഡിമാൻഡ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും എന്താണ് പ്രിന്റ് ഓൺ ഡിമാൻഡ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ബേസിക് വേർഷനാണ് ഈ മഗ്, തലയണ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് പോകുന്നു. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം എല്ലാ ആൾക്കാരും അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യണം നോക്കുന്നത്. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂണീക് ഡിസൈനകത്ത് ഇപ്പം ഇതൊരു ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ സ്വെറ്റ് ഷർട്ട് ആണല്ലേ, ഇവിടെ എൻ്റെ ഓൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? ഇത് ഞാൻ മറ്റുള്ളവരുടെ ബ്രാൻഡ് വെയർ ചെയ്തിട്ട് അവരുടെ പ്രൊമോഷൻ ചെയ്യുന്നതിന് പകരം എനിക്ക് എൻ്റെ ഒരു ഐഡന്റിറ്റി കാണിക്കണം എന്നുള്ളൊരു തോട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രിന്റ് ഓൺ ഡിമാൻഡിന് വളരെയധികം സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ പ്രിന്റ് ഓൺ ഡിമാൻഡിനകത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ജസ്റ്റ് സെഗ്മെന്റ്സുകൾ വളരെ വലുതാണ്. നിങ്ങൾക്ക് ചെറിയ ബേസിക് ആയിട്ടുള്ള നെസസിറ്റി ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാം, ടീഷർട്ട്സ് എടുക്കാം. അതേപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അപ് ടു 3D പ്രിന്റിങ് വരെ പോവാം. 3D പ്രിന്റിങ് പ്രിന്റ് ഓൺ ഡിമാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ്, ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല വീടുകൾക്കും ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള അവിടെ 3D മോഡൽസ് നമ്മൾ വീഡിയോസ് കാണുന്നതിന് പകരം നിങ്ങൾക്കത് കൃത്യമായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും പ്രിന്റ് ഓൺ ഡിമാൻഡ് സെഗ്മെന്റ്സിൽ വരുന്ന ഒരു സെഗ്മെന്റാണ്. ഈ ഒരു സെഗ്മെന്റ് വളരെ വളരെ ബൂമിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ടഫ്നെസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടഫ് എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു നിഷ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ടഫാണ്. പ്രോഫിറ്റബിലിറ്റി വളരെ ഹൈ ആണ്, കാരണം യു ആർ മേക്കിംഗ് ഇമോഷൻ. നമ്മൾ ഇമോഷനെയാണ് ഡയറക്റ്റ് സെല് ചെയ്യുന്നത്. കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന സെഗ്മെന്റ് ഇടുന്നത്, ഇപ്പം ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് പ്രിന്റിംഗ് മെഷീൻ, മറ്റേ 3D പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത് 3D പ്രിന്റിംഗ് മെഷീൻ, അങ്ങനെയുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് പോകേണ്ടി വരും. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ടെക്നോളജി യൂസ് ചെയ്യാനുള്ള ഒരു ബേസിക് നോളജ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരും. ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കഴിവുണ്ട്. കാരണം നിങ്ങൾ ചെയ്താൽ മാത്രം പോരാ, ഇതിനെ മറ്റാൾക്കാർക്ക് അറിയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ പോയിന്റ്, നാലാമത്തത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതും ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ട്രെയിനിങ് ചെയ്യുന്നതായിട്ടുള്ള സെഗ്മെന്റാണ് ഇ കൊമേഴ്സ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ സെല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്ത് പ്രൊഡക്റ്റ് എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഫോർ ആയിട്ട് ബൂം ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഹോം ഡെക്കോർ സെഗ്മെന്റ് ആണ്, ഹോം ആൻഡ് കിച്ചൺ സെഗ്മെന്റ് ആണ്. ഇത്തരം സെഗ്മെന്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഫുഡ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുഡ് നിങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത്, നിങ്ങൾ തൊട്ടടുത്ത് നാട്ടിലൊരു മാനുഫാക്ചർ ഉണ്ടെങ്കിൽ അവിടുന്ന് റീലേബിൾ ചെയ്തിട്ട് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ബ്രാൻഡിങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോപ്പ് നിങ്ങൾക്ക് ചെയ്യാം, അങ്ങനെ പല പല പ്രൊഡക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഡ്വാൻറ്റേജ് ഒരു സെലർ അക്കൗണ്ടിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ, മൾട്ടിപ്പിൾ ബ്രാൻഡുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വളരെയധികം ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ നാട്ടിൽ തന്നെ വളരെ കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഇപ്പോൾ കറന്റ് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് റീബ്രാൻഡ് ചെയ്ത് നിങ്ങളുടെ ബ്രാൻഡിലേക്ക് മാറ്റിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് ചാൻസ്. ഇവിടെ ഇതിന്റെ ടഫ്നെസ് നോക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു ബേസിക് നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു ടഫ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മളുടെ പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി ഇതിനകത്ത് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 30 to 40% കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട്, 300% കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട്, 100% കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട്, 0% കിട്ടുന്ന പ്രൊഡക്റ്റ്, 100% കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതേപോലെ തന്നെ ചെറിയ മാർജിനുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ചെറിയ മാർജിനുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാതെ ഇത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള മാർജിനുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നല്ലൊരു ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇ കൊമേഴ്സിൽ ആവണമെങ്കിൽ GST വേണം, അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് വേണം, നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വേണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ഒരു തവണ ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അഞ്ചാമത്തെ പോയിന്റ് എനിക്ക് വീണ്ടും ഫേവറേറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതിൽ പറയുന്നതിന് മുമ്പ് ഇ കൊമേഴ്സിൽ നിങ്ങൾക്ക് ഒരു സെല്ലർ ആവണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ട്രെയിനിങ് തരും, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഓൺബോർഡ് ചെയ്യും. ഡെഫിനറ്റ്ലി വി വിൽ ഹെൽപ്പ് യു. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീസെല്ലർ ആവാം.
റീസെല്ലിംഗ് വളരെ പഴകിയൊരു ടേമാണ്. പക്ഷേ ഇവിടെ റീസെൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ സാരി, അതേപോലെ തന്നെ ഡ്രസ്സ്, അങ്ങനെയുള്ള സെഗ്മെന്റ്സുകളൊക്കെ ഓൾറെഡി ആൾക്കാർ ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞ ആ റീസെല്ലറില്ല, കുറച്ചും കൂടെ പ്രീമിയം റീസെല്ലർ. എന്താണ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് നല്ല റീസെല്ലർ ആവാം, സ്പോർട്സ് ഗുഡ്സിൽ നിങ്ങൾക്ക് റീസെല്ലർ ആവാം, ഹെൽത്ത് ആൻഡ് വെൽനസ്സിൽ നിങ്ങൾക്ക് റീസെല്ലർ ആവാം, ഹോം ഡെക്കോറിൽ നിങ്ങൾക്ക് റീസെല്ലർ ആവാം, അതേപോലെ തന്നെ ഫർണിച്ചേഴ്സിൽ നിങ്ങൾക്ക് റീസെല്ലർ ആവാം. അതായത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ട് കസ്റ്റമറുടെ, നിങ്ങളുടെ ചുറ്റുമുള്ള നെറ്റ്വർക്കിലുള്ള നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുടെയിലേക്ക് നിങ്ങൾക്ക് അവരുടെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ എത്തിക്കുന്ന ഒരു റീസെല്ലിംഗ് മെക്കാനിസം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ആൾക്കാരെയാണ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരിക. ഒരു നല്ലൊരു സപ്ലയറെ, അതേപോലെ തന്നെ ഒരു നല്ലൊരു കൈൻഡ് ഓഫ് ഒരു കസ്റ്റമറെയും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവരുടെ ഇൻ ബിറ്റ്വീൻ നടന്നുകൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന സെഗ്മെന്റ് ആണ് ഈ റീസെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഓൾറെഡി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് എടുക്കാതെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈ പൊട്ടൻഷ്യലുള്ള ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന സെഗ്മെന്റ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ നോക്കാനുള്ളത്. അപ്പോൾ റീസെല്ലിങ്ങിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെഗ്മെന്റ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, സ്പോർട്സ് ഗുഡ്സ്, ഹെൽത്ത് ആൻഡ് വെൽനസ്, അതേപോലെ തന്നെ ഹോം ഡെക്കർ, ഫർണിച്ചർ സെഗ്മെന്റ്സ്, അങ്ങനെയുള്ള സെഗ്മെന്റ്സുകളൊക്കെയാണ് നിങ്ങൾ റീസെല്ലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഒരു ബ്രാൻഡായിട്ട് മാറാനും വളരെ പെട്ടെന്ന് പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജസ്റ്റ് ഒരു സെല്ലർ എന്നുള്ള രീതിയിൽ മറച്ചു വെക്കുന്ന ഒരാളെ ആർക്കും ഇഷ്ടമല്ല. അതിന് പകരം എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് റീസെല്ലിങ്ങിലാണോ പോകുന്നത് ആ റീസെല്ലിങ്ങിൽ ഒരു എക്സ്പേർട്ട് ആവാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് ആ പ്രൊഡക്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളതായിട്ടുള്ള രീതിയിൽ കസ്റ്റമർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് എപ്പോഴും അവിടെ ആൾക്കാർ നമ്മൾ ലിസൺ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ, നിങ്ങളൊരു എക്സ്പേർട്ട് കൺസ്യൂമർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കിട്ടും. നിങ്ങൾ യൂസ് ചെയ്യാതെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം വായിച്ചു കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആരും അതിനെ എടുക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് യു ഹാവ് ടു യൂസ് ഇറ്റ്, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 സെഗ്മെന്റുകൾ പറഞ്ഞു. ഈ 5 സെഗ്മെന്റുകളിൽ നിങ്ങൾക്ക് ഏതാണോ വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് 100% നിങ്ങൾ അതെടുക്കുക, നിങ്ങൾ ടേക്ക് അപ്പ് ചെയ്യുക, നിങ്ങൾ അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.